അപ്പോൾ ഡോക്ടറെ നേരത്തെ ഞാൻ കേട്ടിട്ടുള്ളത് മാർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അവിടും നമ്മുടെ ഇപ്പം ഇങ്ങനത്തെ നമ്മുടെ ഒരു ബിലീവർ എന്ന ലെവലിലേക്ക് വിശ്വാസത്തിൽ വരാനുള്ള കാരണങ്ങളൊന്ന് വിശദീകരിക്കാം. എൻ്റെ മാതാപിതാക്കൾ അവർ തിരക്കേറിയ ജോലിയായിരുന്നുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ 1ാം ക്ലാസ് മുതലേ 6ാം ക്ലാസ് വരെ ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചിട്ടുള്ളത്. ബോർഡിംഗ് സ്കൂളിലായിരുന്നു. അപ്പം 1 മുതൽ 4 വരെ ബദേൽ ആശ്രമം എന്ന് പറഞ്ഞ CSIക്കാരുടെ ഒരു ബോർഡിംഗ് സ്കൂൾ തിരുവല്ല വാരിക്കാട്ട് ഉണ്ട്. അപ്പോൾ അവധിക്ക് മാത്രമേ വീട്ടിൽ വരത്തുള്ളൂ, ബാക്കി സമയത്തെല്ലാം അവിടെ ഹോസ്റ്റലിലാണ്. കുഞ്ഞു പ്രായത്തിൽ തന്നെ അവിടെ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു ടീം ആൾക്കാർ വന്ന് എല്ലാ ആഴ്ചയിലും അവിടെ പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന ആ കഥ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് വെച്ച് ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അത് പള്ളിയിൽ അവരുടെ ചാപ്പലിരുന്നാണ് എല്ലാ കുഞ്ഞുങ്ങളും അവിടെ ഇരിക്കും. അപ്പോൾ ആ ഓഡിയോ വിഷ്വൽ എയ്ഡിനകത്തോടെ എനിക്ക് മനസ്സിലായ ഒരു സത്യം, സ്വർഗം നരകം, ഈ 2 കാര്യത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമായി. സ്വർഗം നരകം, നരകത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പാപം മൂലം. പാപക്ഷമ ലഭിക്കാതെ ഒരു കാരണവശാലും മോക്ഷം ലഭിക്കത്തില്ല. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടു. അതായത് എൻ്റെ ഹൃദയം തുറന്ന് ആ കുഞ്ഞു പ്രായത്തിൽ ആ ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞാൽ അവിടെ മാതാപിതാക്കളൊന്നുമില്ല. മുന്നോട്ടുള്ള 4ാം ക്ലാസ്സിൽ പിന്നെ മാർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഈ കൺവെൻഷൻസ് ഉണ്ട് പള്ളിയിൽ. അവിടെ എല്ലാം ഉപദേശിമാർ വന്നിട്ട് സുവിശേഷം പ്രസംഗിച്ചിട്ട് ഓൾട്ടർ കോൾ വഴി. ഓൾട്ടർ കോളിൽ എന്തുവാ, നീ ഭാവിയാണെന്നും നീ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുന്നുവെന്നും നീ ഏറ്റു പറയണം. അപ്പോൾ അപ്പോഴെല്ലാം ഞാൻ എണീറ്റിരിക്കും. കാരണം ഈ ചെറുപ്രായത്തിലേ കിട്ടിയ ആ ഒരു ദർശനം എന്ന് വെച്ചാൽ സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം. ഫയർ പോലെ അകത്ത് കിടക്കുക, റിയാലിറ്റി സത്യം മനസ്സിലായി.